സുധയുടെ അച്ഛനും അമ്മയും ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി. ഇപ്പോൾ അവൾക്ക് അവളുടെ ലോകത്തിൽ അവളുടെ കുഞ്ഞമ്മയും കൊച്ചനുമാണുള്ളത്. മോളെ, നീ ഞങ്ങളുടെ കൂടെ തന്നെ വന്നേക്ക്. വേണ്ട ചേട്ടാ, നിങ്ങൾ എന്തായി പറയുന്നത്? ഞാൻ ഇവളെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകില്ല. നീ എന്താണ് പറയുന്നത്? ഇവള് നമ്മളെ വിട്ടാൽ പിന്നെ വേറെ ആരാണുള്ളത്? അതെന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇവളെയും കൊണ്ടുപോയി എന്ത് ചെയ്യാനാ? വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട. പക്ഷേ ഇവളൊരു ചെറിയ കൊച്ചല്ലേ മോളെ. നമ്മുടെ മകൾ പായൽ എങ്ങനെയാണോ അതുപോലെ തന്നെയല്ലേ ഇവളും. നിങ്ങൾ ഇവളെ നമ്മുടെ മകളോട് ചേർത്ത് വെച്ച് സംസാരിക്കല്ലേ? ഇവൾ ഇവളുടെ അച്ഛനും അമ്മയും കൊന്നുകളഞ്ഞു. നമ്മുടെ വീട്ടിലേക്ക് വന്ന് നമ്മളെയും കൊന്നുകളയും. അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇവൾ തീർച്ചയായിട്ടും എന്റെ കൂടെ തന്നെ ഉണ്ടാവുള്ളൂ. ഇവളെ നിന്റെ കൂടെ വെക്കാൻ പറ്റിയില്ലെങ്കിൽ നീ എന്തായാലും നിന്റെ അമ്മേന്റെ വീട്ടിൽ പോയിക്കോ. മാധുരിക്ക് സുധയെ നോക്കാൻ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. പക്ഷേ മുകേഷ് സുധയെ തനിച്ചാക്കി പോകാൻ ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് മുകേഷ് സുധയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. പക്ഷേ ഇവിടെ മാധുരി അവളെ ഒരുപാട് ദ്രോഹിക്കാൻ തുടങ്ങി. ഹേ മഹാറാണി, വീടൊന്നും നീ വൃത്തിയാക്കുന്നില്ലേ? അതൊക്കെ നിന്റെ മരിച്ചുപോയ അമ്മയാണോ വന്ന് ചെയ്യുക? ഞാൻ ഇപ്പോൾ വൃത്തിയാക്കാം കുഞ്ഞമ്മേ. ഒരു ജോലി തീർത്തെന്ന് തന്നെ മാധുരി സുധയ്ക്ക് അടുത്ത ജോലി നൽകും. ഇങ്ങനെ ചെയ്ത് ചെയ്ത് സുധ വീട്ടിലുള്ള എല്ലാ ജോലിയും ചെയ്യാൻ തുടങ്ങി. അവൾ വീട് വൃത്തിയാക്കും, തുണി അലക്കും, പിന്നെ പാത്രം കഴുകും. മാത്രമല്ല മാർക്കറ്റിൽ ചെന്ന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന് വീട്ടിൽ പാചകം ചെയ്യാനും തുടങ്ങി. സുധയുടെ കുഞ്ഞമ്മ അവളെ ഒരുപാട് ദ്രോഹിക്കാൻ തുടങ്ങി. പാവം സുധ ഈ കളിക്കേണ്ട പ്രായത്തിൽ ആ വീട്ടിലുള്ള എല്ലാ ജോലികളും ചെയ്തുകൊണ്ടേയിരുന്നു. അമ്മേ, എനിക്ക് വിശക്കുന്നുണ്ടമ്മേ. മഹാറാണി, പോയി എന്റെ മകൾക്ക് വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുവാ. സുധ പായലിന് വേണ്ടി പ്ലേറ്റിൽ ആഹാര സാധനങ്ങൾ വെച്ച് നൽകി. പിന്നീട് അവൾ തനിക്ക് വേണ്ടി ആഹാരമെടുക്കാൻ ശ്രമിച്ചപ്പോൾ മാധുരി വന്ന് അവളുടെ കയ്യിൽ നിന്നും പ്ലേറ്റ് പിടിച്ചു വാങ്ങി. ഇതിൽ ആർക്കു വേണ്ടിയാ നീ ആഹാരമെടുക്കാൻ പോകുന്നത്? ഞാൻ കഴിക്കാൻ വേണ്ടിയാ കുഞ്ഞമ്മേ. എനിക്ക് ഒരുപാട് വിശക്കുന്നുണ്ട്. ആദ്യം വീട്ടുജോലിയൊക്കെ ചെയ്തു തീർക്ക്, പിന്നീട് കഴിക്കാൻ എന്തെങ്കിലും നിനക്ക് നൽകാം. മുകേഷും സുധയുടെ ഈ കഷ്ടപ്പാടുകളൊക്കെ കണ്ടുകൊണ്ടേയിരുന്നു. അവർ സുധയെ രക്ഷിക്കണമെന്ന് ആഗ്രഹിച്ചു. എന്തെങ്കിലും ചെയ്ത് സുധേനെ വീട്ടിൽ നിന്ന് പുറത്തേക്കാക്കണം. ഇല്ലെങ്കിൽ മാധുരി ഈ ചെറിയ കൊച്ചിനെ വല്ലാതെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും. പാവം. മുകേഷിന് ജിലേബി വിൽക്കുന്ന ഒരു കടയുണ്ടായിരുന്നു. അത് ഗ്രാമത്തിൽ ഏറ്റവും ഫേമസ് ആയ കടയാണ്. മുകേഷ് ഏട്ടാ, ജിലേബി നല്ല സ്വാദുണ്ടല്ലോ. കസ്റ്റമറിനൊക്കെ മുകേഷിന്റെ ജിലേബി ഒരുപാട് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കടയിലേക്ക് കസ്റ്റമേഴ്സ് എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ മുകേഷിന്റെ കടയിൽ ജോലി ഒരുപാട് അധികമായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് സഹായത്തിന് ആരെങ്കിലും വേണമായിരുന്നു. ഞാൻ എന്താ എന്റെ സഹായത്തിന് വേണ്ടി സുധീനെ വിളിച്ചാൽ എന്താ? അവൾ എന്റെ കൂടെ ഉണ്ടാവും. പിന്നെ അവൾക്ക് ജോലി കിട്ടിയ പോലെ ഉണ്ടാവും. പിന്നെ അവൾക്ക് വയറ് നിറയെ കഴിച്ച പോലെയും ഉണ്ടാവും. ഇത് തന്നെയാണ് ശരി. അന്ന് മുകേഷ് വീട്ടിലേക്ക് പോയി. മാധുരി, നാളെ തൊട്ട് ഞാൻ സുധേനെ എന്റെ കടയിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്താ അങ്ങനെ? കാരണം എനിക്ക് ജോലി ചെയ്യാൻ ഒരാള് വേണം. ഒരു പക്ഷെ ഞാൻ ജോലിക്കാര് വെച്ചാൽ അവർക്ക് ഞാൻ ശമ്പളം കൊടുക്കേണ്ടി വരും. സുധ ജോലി ചെയ്യുകയാണെങ്കിൽ എല്ലാം എളുപ്പമായല്ലോ. അതും ശരിയാണ്. നമ്മുടെ കാശെങ്കിലും മിച്ചമാകും. ശരിയാണ്. മാധുരി മുകേഷ് പറഞ്ഞതിന് സമ്മതിച്ചു. അടുത്ത ദിവസം മുതൽ സുധ മുകേഷിനോടൊപ്പം കടയിലേക്ക് പോകാൻ തുടങ്ങി. കൊച്ചിച്ച, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം നീ കുറച്ച് ഭക്ഷണം കഴിക്കേ, പിന്നെ നമുക്ക് സംസാരിക്കാം. മുകേഷ് സുധയ്ക്ക് കഴിക്കാനായി കേസരിയും സമൂസയും നൽകി. സുധ സന്തോഷത്തോടെ കഴിച്ചു. എന്റെ വയറ് നിറഞ്ഞിരിക്കുന്നു കൊച്ചിച്ച. ഇപ്പോൾ പറയും, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? മോളെ, ഞാൻ നിന്നെ ഇവിടെ ജോലി ചെയ്യാൻ വേണ്ടിയല്ല വിളിച്ചത്. നിന്റെ ജോലി നിനക്കിവിടെ പഠിക്കാൻ വേണ്ടിയാണ് വിളിച്ചത്. കാരണം കുറച്ചു വർഷത്തില് നീ നിന്റെ സ്വന്തം കാലിൽ ഇവിടെ ജീവിക്കണ്ടേ. പിന്നെ നിന്റെ ചേട്ടത്തിയുടെ വർത്താനം നീ കേൾക്കും വേണ്ട. മനസ്സിലായോ? ഞാൻ പഠിക്കാൻ കൊച്ചിച്ച. വളരെ നല്ല മോളാണ്. അന്നു മുതൽ മുകേഷ് സുധയ്ക്ക് എങ്ങനെ ജിലേബി ഉണ്ടാക്കണമെന്ന് പഠിപ്പിക്കാൻ തുടങ്ങി. അത് വിൽക്കാനും പറഞ്ഞുകൊടുത്തു. കുറച്ചു ദിവസത്തിനകം സുധ എങ്ങനെ ജിലേബി ഉണ്ടാക്കണമെന്ന് പഠിച്ചു. ഇത് പൊളിച്ചല്ലോ മോളെ. നീ ഉണ്ടാക്കിയ ജിലേബി വളരെ നന്നായിട്ടുണ്ട്. നിങ്ങളെ പോലെയാണോ കൊച്ചിച്ച? അതെ, എന്നെ പോലെ തന്നെ.
സുധ വളരെ സന്തോഷത്തോടെയായിരുന്നു. അവൾ സന്തോഷത്തോടെ കൊച്ചിച്ചന്റെ കടയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു. അവളുടെ കൊച്ചിച്ചനും വളരെ സ്നേഹത്തോടെ അവൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊടുത്തു. അവൾ രാത്രി വീട്ടിലേക്ക് പോയതിനു ശേഷം അവളുടെ കുഞ്ഞമ്മ എന്തെങ്കിലും വഴക്കു പറഞ്ഞിട്ട് പിന്നീട് വീട്ടിലെ എല്ലാ ജോലിയും അവളോട് ചെയ്യാൻ പറയും. എത്തിയോ മഹാറാണി, ആഹാരം കഴിച്ചിട്ട് എല്ലാ പാത്രങ്ങളും കഴുകി വെക്ക്. ശരി കുഞ്ഞമ്മേ. അതൊക്കെ ശരിയാണ്. പക്ഷേ സുധയ്ക്ക് ഇതൊന്നും ഇപ്പോൾ ഒരു കഷ്ടമായി തോന്നിയതേ ഇല്ല. ഇങ്ങനെ 7 വർഷങ്ങൾ കടന്നുപോയി. സുധ വലിയ കുട്ടിയായി വളർന്നു. അവൾ ഇപ്പോഴും തന്റെ കൊച്ചിച്ചന്റെ കടയിൽ കൊച്ചിച്ചനോടൊപ്പം ചേർന്ന് ജിലേബി ചെയ്തുകൊണ്ടേയിരുന്നു. 1 കിലോ ജിലേബി തരൂ ചേട്ടാ. കൊച്ചിച്ച, നിങ്ങൾ അല്പനേരം റെസ്റ്റ് എടുക്കൂ, ഞാൻ അദ്ദേഹത്തിന് നൽകാം. ഇപ്പോൾ സുധ തനിച്ച് കടയിലെ കാര്യങ്ങൾ നോക്കാൻ തുടങ്ങി. മുകേഷിന് ഒരുപാട് സന്തോഷമായി. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ സുധയെ കൊണ്ട് സ്വന്തമായി അവളുടെ ജീവിതം നോക്കാൻ പറ്റും. സുധാ മോളെ, ഞാൻ എന്താ വിചാരിക്കുന്ന വെച്ചാൽ നീ ഇപ്പൊ ഒറ്റയ്ക്ക് ഒരു കട നടത്താനുള്ള സാധനം വന്നിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് കൊച്ചിച്ച? കാരണം നീ ഇന്ന് എത്ര ദിവസമാണ് നിന്റെ ചേർത്തിയതും ചീത്ത വാങ്ങിക്കുക. എനിക്കറിയാം നിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഒരു കട നടത്താൻ പറ്റുമെന്ന്. നിനക്ക് എപ്പോ വരുമാനം വരുന്നോ അപ്പൊ നീ ആ കട എനിക്ക് തിരിച്ചടച്ചാൽ മതി. ഭാഗൽപൂരിൽ എന്റെ ദൂരെ ഒരു ചേടത്തിയുണ്ട്. അവരെ വീട്ടിൽ താമസിപ്പിക്കാൻ വേണ്ടി എല്ലാ ഏർപ്പാടും എടുത്തിട്ടുണ്ട്. നീ അവിടെ പോയിക്കോ. പിന്നെ നിന്റെ ജിലേബിയുള്ള കച്ചവടം നീ അവിടെ തുടങ്ങിക്കോ. നിങ്ങളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ കൊച്ചിച്ച. സുധ തന്റെ കൊച്ചിച്ചന്റെ കയ്യിൽ നിന്നും ആശീർവാദം വാങ്ങിയിട്ട് അതിനുശേഷം കാശ് വാങ്ങിയിട്ട് ഭാഗൽപൂരിലേക്ക് പുറപ്പെട്ടു. പിന്നീട് മുകേഷ് വീട്ടിലേക്ക് വന്നു. സുധ എവിടെയാ? അവൾ വീട് വിട്ടു പുറത്തു പോയി. വളരെ നല്ലത്, പോയി തൊലയട്ടെ അവൾ. മുകേഷിന് ഒരുപാട് സന്തോഷമായി. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിന്റെ ഭാര്യ ഇനി സ്വന്തമായി എല്ലാ ജോലിയും ചെയ്യുമല്ലോ. ഇനി മുതൽ സുധ സന്തോഷത്തോടെ ജീവിക്കുമെന്ന് വിചാരിച്ച് സന്തോഷിച്ചു. മറുവശത്ത് സുധ ഭാഗൽപൂരിലേക്ക് എത്തി. ആ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോയി. അവിടെ മുത്തശ്ശി തനിച്ചായിരുന്നു. അവർക്കും ഇപ്പോൾ കൂടെ ഇരിക്കാൻ ഒരു കൂട്ടായി. മുത്തശ്ശി, ഞാനൊരു ജിലേബി കട ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ആ, മുകേഷ് എന്നോട് നേരത്തെ പറഞ്ഞു മോളെ. എന്റെ കയ്യിൽ 2 കടയുണ്ട്. അതിൽ നിനക്ക് ഏതാണോ ഇഷ്ടം അത് നീ എടുത്തോ മോളെ. അതിൽ കട നടത്തിക്കോ. മുത്തശ്ശി, നിങ്ങളുടെ കയ്യിൽ ഒരുപാട് സ്വത്തുകളുണ്ടോ? ഉണ്ട് മോളെ, പക്ഷെ ഒരു പ്രയോജനവുമില്ല. ഞാൻ തനിച്ചാണല്ലോ ഉള്ളത്. എന്നെ തനിച്ചാക്കിയിട്ട് എന്റെ കുടുംബത്തിലുള്ളവരൊക്കെ പിരിഞ്ഞു പോയി. ഇല്ല ഇല്ല മുത്തശ്ശി, ഞാൻ എപ്പോഴും നിങ്ങളോടൊപ്പം കാണും. സുധ മുത്തശ്ശിയുടെ കടയിൽ ജിലേബി വിൽക്കാൻ തുടങ്ങി. ആ ജിലേബിയുടെ രുചി കാരണം ഒരുപാട് കസ്റ്റമേഴ്സുകൾ അവളുടെ കടയിലേക്ക് വന്നു. എനിക്കൊരു 1/2 കിലോ ജിലേബി നൽകുമോ? എനിക്കൊരു 1/2 കിലോ തന്നോളൂ. സുധയുടെ കസ്റ്റമേഴ്സൊക്കെ വളരെ സന്തോഷത്തോടെ സുധ ചെയ്യുന്ന ആ ജിലേബി കഴിച്ചു നോക്കി. ഇവിടെ നോക്കൂ അനിയത്തി, ഇത് നന്നായിട്ടുണ്ട്. ആ, ഇതുപോലുള്ള സ്വാദുള്ള ജിലേബി കഴിച്ചിട്ടേ ഇല്ല. വളരെ നന്ദി. മൊത്തം ഭാഗൽപൂരിലും സുധയുടെ ജിലേബി വളരെ ഫേമസ് ആയി. പിന്നീടെന്താ, ജനങ്ങളൊക്കെ ക്യൂവിൽ നിന്ന് വളരെ സമാധാനത്തോടെ ജിലേബി വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോയി. സുധ രാവിലെ സൂര്യനെ പോലെയും രാത്രി ചന്ദ്രനെ പോലെയും ജോലി ചെയ്തുകൊണ്ടേയിരുന്നു. കുറച്ചു ദിവസത്തിനകം തന്നെ സുധ തൊട്ടടുത്ത് വേറൊരു കടയും ഓപ്പൺ ചെയ്തു. അവളുടെ വ്യാപാരം വലുതായി. സുധ ഭാഗൽപൂരിനടുത്ത് ഒരു വലിയ വീടും കെട്ടി. അത് അവളുടെ സ്വന്തം വീടാണ്. പിന്നീട് അവൾ തന്റെ കൊച്ചിച്ചന് ഫോൺ ചെയ്തു. കൊച്ചിച്ച, നിങ്ങളുള്ളത് കൊണ്ടാണ് എനിക്ക് തനിച്ചൊരു വീട് കെട്ടാൻ പറ്റിയത്. വളരെ നന്ദി കൊച്ചിച്ച. വളരെ നല്ലത് മോളെ. എനിക്ക് അത്രയും വിശ്വാസം എന്റെ മേലുണ്ടായിരുന്നു. നിന്റെ രാവിലെയും രാത്രിയുള്ള ജോലി ചെയ്തുകൊണ്ട് ഇത്രയും ആത്മാർത്ഥന കൊണ്ടാണ് നീ ജയിച്ചിരിക്കുന്നത്. മുകേഷിന്റെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞു. ഇന്ന് അദ്ദേഹത്തിന്റെ സ്വപ്നം നിറവേറി. അവളുടെ കുഞ്ഞമ്മയുടെ ശല്യത്തിൽ നിന്നും സുധ രക്ഷപ്പെട്ടത് വിചാരിച്ച് ഒരുപാട് സന്തോഷിച്ചു. സുധയ്ക്ക് ഇപ്പോൾ ആരുടെ സഹായവും ആവശ്യമില്ല. അവൾ ഇപ്പോൾ അവളുടെ സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങി.